വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരെ, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരെ. വിശുദ്ധനല്ലോ ദൈവം, വെളിച്ചമല്ലോ, തന്റെ വിശ്വസ്തതയ്ക്കൊരു നാളും മാറ്റമില്ല. വിശുദ്ധനല്ലോ ദൈവം, വെളിച്ചമല്ലോ, തന്റെ വിശ്വസ്തതയ്ക്കൊരു നാളും മാറ്റമില്ല. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വൻകൃപയാൽ വീണ്ടും നമ്മെ പരിപാലിച്ച് നമ്മളെ പോറ്റി പുലർത്തി ഓരോ ദിനവും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ച് വരച്ച് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ വൻകൃപയാൽ അവന്റെ വചനം നമ്മളെ വഴി നടത്തുന്ന ആ തിരുവചനത്തിലൂടെ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇതിലേക്ക് നമുക്ക് വിശുദ്ധ പത്രോസ് ലീഗ 1-ാം ലേഖനം നമുക്ക് അതിന്റെ 16 ഇപ്രകാരം കാണാം: ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പി എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശക്തിയേറിയ വചനം നമ്മോട് പറയുകയാണ്, അതെ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകൃപയാൽ ജീവിപ്പിക്കുന്ന വചനം, മാധുര്യമേറിയ വചനം, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു കയറിയ വചനം. അതെ, അവിടുന്ന് തമ്പുരാൻ പറയുകയാണ്, ദൈവത്തിന്റെ വൻകൃപയാൽ ഓരോരുത്തരും തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. ഹല്ലേലൂയ. രാജാവേ മഹത്വം. ഭയത്തോടും വിറയലോടും കൂടെ ഇന്ന് ഓരോ ദിവസവും നിമിഷവും നാം മുന്നേറേണ്ടിയിരിക്കുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്ന് ഒരിക്കൽ കൂടെ ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന ഈ കാലഘട്ടത്തില് നാം കാതോർത്ത് അവന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഭയത്തോടെ കഴിക്കണമെങ്കിൽ നാം വിശുദ്ധിയുള്ളവരായി തീരണം. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ ജീവനുള്ള വചനം അയവിറക്കുമ്പോൾ തീ കത്തുകയുള്ളൂ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, എത്രയും പ്രിയപ്പെട്ട നമ്മുടെ കൃപാനോവിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഏലിയാമ്മച്ചിയോട് ഇപ്രകാരം ചോദിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. അമ്മച്ചി, ഏത് വചനമാണ് നമുക്ക് ഇനിയും കൃപാനോഹയിലൂടെ ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയ അമ്മച്ചി പെട്ടെന്ന് തന്ന വചനമാണ്, മോളെ, 1 പത്രോസ് 1-ാം അധ്യായം 16-ാം തിരുവചനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, സ്നേഹത്തോടെ. എത്ര കരുതലുള്ളൊരമ്മയാണ് ഞാൻ നോക്കിയപ്പോൾ. ഇങ്ങനെയാണത് വായിച്ചു പറഞ്ഞത്, കാണാപ്പാടം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പി. എല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കണം, മലിനപ്പെടാതെ തന്നിഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ചൊക്കെ മോളൊന്ന് പറ എന്നാണ് പ്രിയപ്പെട്ട അമ്മച്ചിയോ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ആയതിലായി നമുക്ക് ഒന്ന് അല്പസമയം പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി ഇന്ന് വളരെ തീഷ്ണതയോടെ എപ്പോഴും പ്രാർത്ഥനയിലും ദൈവത്തോട് ലോകത്തിന് മുഴുവൻ വേണ്ടി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും മക്കൾക്കും കൊച്ചുമക്കൾക്കും മന്ത്രിമാർക്കും രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും ഭരണകർത്താക്കന്മാർക്കും തിരുമേനിമാർക്കും അച്ഛന്മാർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി. അനേകം അമ്മച്ചിമാരുണ്ട് കേട്ടോ. അതിലൊരു നല്ലൊരു അമ്മച്ചിയാണ് ഏലിയാമ്മ അമ്മച്ചി. പ്രത്യേകം അമ്മച്ചിയെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്
പല ദിവസങ്ങളിലും പല പ്രാവശ്യവും ചോദിക്കുക. അപ്പോൾ അമ്മച്ചി വേണ്ടെന്ന് നിർദ്ദേശം പറഞ്ഞു തരും, വേണ്ടുന്നത് അവിടുന്ന് അറിയിക്കും. കർത്താവിൻ്റെ വചനം, ജീവനുള്ള വചനം പഠിപ്പിക്കുകയും അത് പഠിപ്പിച്ചിട്ടുള്ള അമ്മച്ചിയാണ് എനിക്കും നമുക്കും ഓരോരുത്തർക്കും ഈ വചനം പറയാൻ. ഇതിനെക്കുറിച്ചൊന്ന് മോള് പറയണം എന്നാണ് പറഞ്ഞത്. അതെ, നല്ല വസ്ത്രം ധരിച്ച് വിശുദ്ധരായി വിശുദ്ധിയോടെ ദേവാലയത്തിൽ കടന്നു പോകുന്നവരെ കുറിച്ച് മോളൊന്ന് പറയാം. കാരണം ചില വസ്ത്രങ്ങളെല്ലാം കാണുമ്പോൾ അമ്മച്ചിക്ക് വിഷമമാണ്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മണവാട്ടിയല്ലേ, മണവാട്ടിക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അമ്മച്ചിയിലൂടെ ആ വചനം നമുക്ക് തന്നത്. ആയതുകൊണ്ട് നമുക്കൊന്ന് ഒരുങ്ങിക്കൂടെ? നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് യെശയ്യാ-പ്രവചനം 62-ാം അധ്യായത്തിൽ അതിൻ്റെ അതിവേഗം നമുക്കൊന്ന് സഞ്ചരിക്കാം. 1 തൊട്ടൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് ഓടാം. തിരക്കാണല്ലോ, എല്ലാവർക്കും തിരക്കേറിയ ലോക ജീവിതത്തിൽ നമുക്ക് അതിവേഗം മുന്നോട്ട് പോകാം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങുവോളം തന്നെ ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നിന്നെ ഇനി അശൂബ അഥവാ തെക്യ എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്ത് ശമവ അഥവാ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് യബീസബ അഥവാ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂലസ അഥവാ വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്ത് വിവാഹം കഴിയും. കേട്ടോ, നിന്റെ ദേശത്ത് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളം അതിന് സ്വസ്ഥത കൊടുക്കരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിക്കുകയുമില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആഗ്രഹമാണ്, കൊതിയാണ്. ഈ വചനം വന്ന് വായിച്ച് അതിൻ്റെ വരിയിലൂടെ ഒന്ന് ധ്യാനിച്ചു പോയാൽ നമ്മുടെ ഹൃദയത്തിൽ തീ കത്തും. തീ കത്തിയാൽ നാം ആരായിരിക്കും? കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം നമ്മെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ വസ്ത്രത്തിന് മങ്ങലേൽക്കുമ്പോൾ നാം നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ അവിടെ നിന്ന് വേദനിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്ന കർത്താവ് പറഞ്ഞത്, ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആയതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളും നടപ്പും പ്രവൃത്തിയെല്ലാം നന്നാക്കാൻ അതിവേഗം നമുക്ക് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. കാരണം കർത്താവിൻ്റെ വരവടുത്തു, തൻ്റെ വിശുദ്ധ കന്യക ഒരുങ്ങിയിരിക്കുന്നു. തൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്ത തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം തിരുവചനം നാം വായിച്ച് ആ വരികളിലൂടെ ഒന്ന് ധ്യാനിച്ച് ആഴമായി പോയാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയ ശ്രോതാക്കളെ, ഇതെന്താ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നാം അതിവേഗം വളരെ ഭയത്തോടെ വിശുദ്ധ ആരാധനയിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ ജീവൻ കണ്ടെത്തുവാൻ, ജീവൻ പ്രാപിപ്പാൻ, ജീവന്റെ മൊഴികൾ ശ്രവിക്കുവാൻ, ജീവനുള്ളവളായി തീരുവാൻ ഇന്ന് നമുക്ക് ദൈവം ഭാഗ്യം തന്നത്. ആയതുകൊണ്ടാണ് ഈ തിരുവചനം ഇപ്രകാരം പറയുന്നത്. ആയതുകൊണ്ട് വിശുദ്ധ ആരാധനയ്ക്ക് വരുമ്പോൾ അനുയോജ്യമായ വസ്ത്രം ധരിച്ച് അരുതാത്ര വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ, ദൈവത്തിൻ്റെ മകളാണോ മകനാണോ എന്ന് അതേ പുരുഷന്മാരോട് പറയേണ്ട കാര്യമേ ഇല്ല. കാരണം അവർ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്.
സ്ത്രീകളാണ് തോന്നിവാസം, തോന്നിയതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകുന്നു. എൻ്റെ കൊച്ചുകാല ജീവിതത്തിൽ പഴയകാല 65 വർഷം മുമ്പ് കാണാം, അമ്മമാര് വസ്ത്രം അലക്കി മടക്കി വെച്ചിട്ട് പള്ളിയിൽ പോയ വെയിലത്തിട്ട് അതിവേഗം അതിനെടുത്ത് മടക്കി വെച്ച് പൊതിഞ്ഞു വെക്കുക. എന്തിനാണെന്നറിയണ്ടേ? പള്ളിയിൽ പോകുമ്പോൾ എടുക്കാൻ. ഹല്ലേലൂയ. അത് മരുന്നിന് പോകുമ്പോൾ എടുക്കില്ല, വേറൊന്നിനും പോകുമ്പോൾ എടുക്കില്ല. അത്ര വിശുദ്ധിയോടുകൂടെയാണ് അന്നവർ വസ്ത്രം ധരിച്ചിരുന്നത്. ആരാധനാലയത്തിൽ പോകുമ്പോൾ അഭിഷക്തൻ പൂജാവസ്ത്രം ധരിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതേ തൻ്റെ വിശുദ്ധ മക്കൾ, വിശുദ്ധരെന്ന് പറയുന്നവർ, വിശുദ്ധരെന്ന് ചിന്തിക്കുന്നവർ, വിശുദ്ധിയുണ്ടെന്ന് തോന്നുന്നവർക്ക് വസ്ത്രധാരണത്തിലും നാം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആഗ്രഹത്തെ പ്രതി ഇത്രയും വചനം പറയുവാൻ, ഈ കാര്യങ്ങൾ പറയുവാൻ ദൈവം അവസരം തന്നത് അതേ കൃപാനൗക യൂട്യൂബ് ചാനലിലൂടെ ഈ തിരുവചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ, നാം വളരെ ഭയത്തോടെ നമ്മൾ ഇനിയുള്ള കാലം കഴിപ്പിൻ. തോന്നിയതുപോലെ ചിന്തിക്കാതെ ഭയത്തോടെ ഇഷ്ടമുള്ള വസ്ത്രമല്ല, ദൈവത്തിന് പ്രസാദമായി നീ ചെയ്തു തീർപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ നടത്തും. ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് വിശുദ്ധ ആരാധന ഏറ്റവും വലുതാണെന്ന് അറിഞ്ഞവരാണല്ലോ നമ്മുടെ പിതാക്കന്മാർ. അതിലൊരാൾ തന്നെയാണ് നാമം. അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇന്നും അവൻ്റെ നിഴലിൻ കീഴിലിരുന്ന് വിശുദ്ധ ആരാധനയിൽ നുകരുവാൻ ഈ കാലഘട്ടം അവസരം തന്നു. ഈ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിന് വിശുദ്ധ കുർബാനയിലെ ദുബുദേൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അമ്മയെ ദർശിക്കുവാനായിട്ടിടയായി. അമ്മ വലിയ ഉടുപ്പിട്ടിട്ട് വലിയതായിട്ട് വന്നു നിന്നു. എന്നിട്ട് അമ്മയുടെ ഹൃദയത്തിൽ ഒരു സ്വർണ്ണ ദീപ തെളിഞ്ഞു വന്നു. കഴിഞ്ഞില്ല, അതിന് ചുറ്റും സൂര്യകാന്തി പോലെ അരളി നമ്മുടെ ത്രോണസിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ പ്രിയമുള്ളവരെ കാണാനായിട്ടിടയായി. ഇന്ന് കർത്താവിൻ്റെ മകളായി അവൾ സ്ലീബ ചിറകിൽ നാം ഓരോരുത്തരെയും മറയ്ക്കുവാൻ കർത്താവ് ആഗതനായത് അവളിലൂടെയാണ്. കർത്താവിനെ തന്നത് പരിശുദ്ധ അമ്മയാണ്. കർത്താവ് നമുക്ക് പരിശുദ്ധ അമ്മയെ തന്നു. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭയത്തോടെ ഇനിയുള്ള കാലം കഴിപ്പേ. ഇത് അമ്മയുടെ നിർദ്ദേശം കൂടി. അതുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ട അമ്മച്ചി ഇങ്ങനെ പറയാനും ഇന്നത് സംസാരിക്കുവാനും നമുക്ക് ദൈവം അവസരം തന്നത്. ആയതിനാൽ വളരെ ഭയത്തോടെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജീവന്റെ ശക്തി തിരിച്ചറിയുവാൻ, ജീവന്റെ വചനം നമുക്ക് ഭക്ഷിക്കുവാൻ ഇടവരുത്തേണ്ടതിനായി നമുക്കൊരുങ്ങാം. ആയതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനി കേസിന് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ അന്യജാതിക്കാർക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് ഇത്ര നാളും കൊടുത്തില്ല, ഇനി നിർത്തുമെന്ന് കർത്താവ് പറഞ്ഞത് നാം വിശ്വസിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, വെടിപ്പോടെ, വിശുദ്ധിയോടെ, വെണ്മയോടെ, നിർമ്മല ഹൃദയത്തോടെ, നിർമ്മലമായി മുന്നോട്ട് നിൽക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, 12 അപ്പോസ്തലന്മാർ, 24 ലേവ്യന്മാർ, 72 അറിയിപ്പുകാരും, 318 വിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി സമാധാനവും ശാന്തിയും ധാരാളമായി പെയ്തിറങ്ങുവാൻ സിയോനിൽ നിന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം എന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞു കവിയുവാൻ അവിടുത്തെ പുണ്യനാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.